പാർട്ട് ടൈം അവേഴ്സ്, ഇപ്പോൾ 20 hours അല്ലെങ്കിൽ ഫുൾ ടൈം അവേഴ്സ്, യൂഷ്വലി 37.5 hours പെർ വീക്ക്, അങ്ങനെ പല കോൺട്രാക്റ്റിൽ നമുക്ക് എടുക്കാം. ഇതെല്ലാം ടെമ്പററി കോൺട്രാക്റ്റ് ആവാം, പെർമനൻറ്റ് കോൺട്രാക്റ്റ്, അങ്ങനെ പോയിട്ട് നമ്മൾ അതിൽ ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻസ്, നമ്മുടെ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് ജോബ്സ് ഫിൽറ്റർ ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ നമുക്ക് പാർട്ട് ടൈം ജോബ്സ് ആണോ, ഫുൾ ടൈം ജോബ്സ് ആണോ, അതല്ലെങ്കിൽ റിമോട്ട് ജോബ്സ്, നമുക്ക് വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ജോബ്സും കിട്ടുന്നതാണ്. വന്നു അതിൽ നമ്മുടെ ID വെരിഫിക്കേഷനും ഡയറക്റ്റ് ആയിട്ടുള്ള ഫേസ് ടു ഫേസ് ഒരു ഇന്റർവ്യൂ ആണ് ചെയ്യാവുന്നതാണ്. അത് എല്ലാ ട്രസ്റ്റും തരണം എന്നില്ല, പക്ഷെ തരുന്ന ട്രസ്റ്റുകളുണ്ട്. അപ്പം നമ്മൾ അത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്ക് ഫോഴ്സിനെ കൊടുക്കുന്നത്, അതായത് അത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ അത് അവിടെ തീരില്ല. കാരണം നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ടൈമിലേക്ക് ഒരു ഫിക്സ്ഡ് ടൈം കോൺട്രാക്ട് അല്ലെങ്കിൽ ബാങ്ക് ഡ്യൂട്ടി എന്നാണ് ഇവിടെ പറയുക. അതായത് പെർമനന്റ് കോൺട്രാക്ട് ആയിരിക്കില്ല. അവിടെ NHS ജോബ്സ് യൂഷ്വലി ബാങ്ക് 2, 3, 4 അങ്ങനെ ഒരു ബാങ്ക് പൈസ ആണ് നമ്മുടെ പേ സ്കെയിൽ വരുന്നത്. അപ്പം ഇതൊന്നും അല്ലാണ്ട് നമുക്ക് ബ്ലൂ ലൈറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് കിട്ടുന്നുണ്ട്. അത് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ NHS ജോബ്സിനെ കുറിച്ചാണ്. അതായത് നമ്മൾ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വിസയിൽ UK വന്നിട്ടുള്ളവർക്ക് എല്ലാവരും നോക്കുന്നതാണ് ഒരു പാർട്ട് ടൈം അല്ലെങ്കിൽ ഫുൾ ടൈം ജോബ്. അത് നോക്കുന്നതെന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളിവിടെ വളരെ കോമൺ ആയിട്ട് കാണുന്നത് നമ്മുടെ വെയർ ഹൗസ് ജോബ്സ് അല്ലെങ്കിൽ നമ്മുടെ കെയർ ഹോം ജോബ്സ് ആണ്. എന്നാൽ നമുക്ക് നാട്ടിൽ നിന്ന് വിസ കിട്ടി നമ്മളൊരു NHS ജോബ് വരുന്നതല്ലാണ്ട് തന്നെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വിസ ലഭിക്കുന്ന രീതിയിൽ NHSൽ ഒരു ജോബ് കിട്ടും. അതും സ്റ്റുഡൻ്റ് ആയിരിക്കുന്നവർക്ക് പാർട്ട് ടൈം ജോബ്സ് ആയിട്ട് വളരെ ഈസിലി കിട്ടാവുന്നതുമായിട്ടുള്ളതാണ് NHS, അതായത് UK ഗവൺമെന്റിന്റെ NHS ജോബ്. അത് എങ്ങനെയെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വിസയിൽ വരുന്ന എല്ലാവരെയും പോലെ നമ്മൾ ആദ്യം പാർട്ട് ടൈം ജോബ്സ് ആയിരിക്കും സെർച്ച് ചെയ്ത് നോക്കുക. നമ്മൾ യൂഷ്വലി നോക്കുന്ന ജോബ് പോർട്ടൽസ് ആയിട്ടുള്ള ലിങ്ക്ഡിൻ, ഇൻഡീഡ്, റീഡ്, അതുവഴി തന്നെയാണ് ഞാനും ജോബ് സെർച്ച് ചെയ്ത് നോക്കിയത്. എനിക്ക് ആദ്യം കിട്ടിയത് ഇൻഡീഡിൽ നിന്നായിരുന്നു. പക്ഷെ നമ്മളെ അവരുടെ NHSന്റെ തന്നെ ഒരു തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടായിരിക്കും അവർ അധികവും ജോബ്സ് ആപ്ലിക്കേഷൻസ് സെലക്ട് ചെയ്യുന്നതും അതിൽ നിന്നും സോർട്ട് ഔട്ട് ചെയ്ത് ഇന്റർവ്യൂ കോൾ ചെയ്യുന്നതും ഒക്കെ ഉണ്ടാവുക. അപ്പം എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NHS പ്രൊഫഷണൽസ് എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്നാണ്. അത് അവരുടെ തന്നെ NHSലേക്ക് തന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്ക് ഫോഴ്സിനെ കൊടുക്കുന്നത്. അതായത് NHS ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്നതല്ലാണ്ട് അവർ ഇപ്പോൾ ഒരു ടെമ്പററി കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് ടൈമിലേക്ക് ഒരു ഫിക്സ്ഡ് ടൈം കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ബാങ്ക് ഡ്യൂട്ടി എന്നാണ് ഇവിടെ പറയുക. അതായത് പെർമനന്റ് കോൺട്രാക്റ്റ് ആയിരിക്കില്ല. അത്തരത്തിലുള്ള ജോബിലേക്ക് ആൾക്കാരെ എടുക്കുന്നത് NHS പ്രൊഫഷണൽസ് വഴിയാണ്. അതല്ലാണ്ട് നമുക്ക് NHS ജോബ്സ് വഴിയും കിട്ടും. അപ്പോൾ എനിക്ക് കിട്ടിയത് NHS പ്രൊഫഷണൽസിൽ നിന്നാണ് അവർ എന്നെ ഇന്റർവ്യൂ കോളിന് വിളിച്ചത്. ഞാനിപ്പോൾ NHSൽ ജോയിൻ ചെയ്തത് വാക്സിനേറ്റർ എന്ന് പറഞ്ഞൊരു പൊസിഷനിലേക്കാണ്. അതിന് നമ്മൾ ഏതൊരു ജോബ് നോക്കുമ്പോഴും നമ്മുടെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ ആദ്യം വായിച്ചു നോക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള റെസ്യൂം ഉണ്ടാവണം. അത് നമ്മൾ ഓരോ ജോബിനും അപ്ലോഡ് ചെയ്യുന്ന റെസ്യൂം എന്ന് പറയുന്നത് നമ്മൾ ആ ജോബിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഫുള്ളായിട്ട് നമ്മൾ വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് അവർ ചോദിക്കുന്ന നമ്മുടെ സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവും, ആ പൊസിഷനിലേക്കുള്ള സ്പെസിഫിക്കേഷൻസ്. അത് നമ്മുടെ റെസ്യൂമിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ജോബിന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഞാൻ കയറിയ ഒരു പൊസിഷനിലെന്ന് പറയുമ്പോൾ അവർ എന്നോട് ചോദിച്ചിരുന്നത് ഹെൽത്ത് കെയർ എക്സ്പീരിയൻസ് ആണ്. അതും ഞാൻ കയറിയത് ഒരു ബാങ്ക് 4 ആയിട്ടുള്ള പൊസിഷനിലേക്കാണ്. ഇവിടെ NHS ജോബ്സ് യൂഷ്വലി ബാങ്ക് 2, 3, 4 അങ്ങനെ ഒരു ബാങ്ക് വൈസ് ആണ് നമ്മുടെ പേ സ്കെയിൽ വരുന്നത്. അപ്പം ഞാൻ കയറിയത് ഈ പൊസിഷനിലായിരുന്നെങ്കിൽ പോലും ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്തത് ആ പൊസിഷനിലല്ല. കാരണം നമുക്ക് ഒരു ട്രസ്റ്റിൽ നമ്മൾ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തന്നെ പല പൊസിഷനിലേക്ക് നമുക്ക് മാറി പിന്നെ അപ്ലൈ ചെയ്തോ അല്ലാണ്ടോ തന്നെ നമുക്ക് ഡയറക്റ്റ് അവർ നമ്മളെ റിക്രൂട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി നേഴ്സിംഗ് മാത്രം അല്ല, നമുക്ക് പാർട്ട് ടൈം ജോബ്സ് ആയിട്ട് NHSൽ IT ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, പിന്നെ അതൊന്നുമല്ല നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഹെൽത്ത് ഫീൽഡിലുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഹെൽത്ത് കെയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒരുപാട് ജോബ്സ് നമുക്ക് NHSൽ തന്നെ കിട്ടും. അത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏരിയ സെലക്ട് ചെയ്യുക. യൂഷ്വലി നമ്മുടെ NHS ജോബ്സിൻ്റെ പോർട്ടലിൽ പോകാം, അല്ലെങ്കിൽ NHS പ്രൊഫഷണൽസിൽ പോയിട്ട് നമ്മൾ അതിൽ ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻസ്, നമ്മുടെ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് ജോബ്സ് ഫിൽറ്റർ ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ നമുക്ക് പാർട്ട് ടൈം ജോബ്സ് ആണോ, ഫുൾ ടൈം ജോബ്സ് ആണോ, അതല്ലെങ്കിൽ റിമോട്ട് ജോബ്സ്, നമുക്ക് വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ജോബ്സും കിട്ടുന്നതാണ്.
അപ്പോൾ നമ്മളത് ഫിൽട്ടർ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വേണ്ടത് വരും. അത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മുടെ റെസ്യൂമാണ് അവർ ആദ്യം റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു റെസ്യൂം ആയി കഴിഞ്ഞാൽ അവർ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർവ്യൂ കോളിന് വിളിക്കുന്നതായിരിക്കും. അത് വിളിച്ചു കഴിയുമ്പോൾ യൂഷ്വലി എൻ്റെ ഒരു പൊസിഷനിലേക്ക് എനിക്ക് കയറേണ്ടി വന്ന ആ ഒരു സ്റ്റെപ്സ് പറയുകയാണെങ്കിൽ എനിക്കൊരു 2 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആദ്യം റെസ്യൂം റിവ്യൂ ചെയ്തിട്ട് അവരെനിക്കൊരു ഓൺലൈനായിട്ട് പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെയറിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോൾ അവരെനിക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ്റർവ്യൂ വന്നു. അതിൽ നമ്മുടെ ID വെരിഫിക്കേഷനും ഡയറക്റ്റ് ആയിട്ടുള്ള ഫേസ് ടു ഫേസ് ഒരു ഇൻ്റർവ്യൂ ആണ്. അത് കഴിയുമ്പോൾ അവർ നമ്മളോട് പറയും നമുക്ക് ജോബ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇതാണ് ആ ഒരു പ്രോസസ്സ് വരുന്നത്. ഇനി നമുക്ക് കിട്ടുന്ന കോൺട്രാക്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പല ടൈപ്പ് കോൺട്രാക്ട്സ് ഉണ്ട്. അതായത് ഫിക്സ്ഡ് ടേം കോൺട്രാക്റ്റ് ഉണ്ട്, ഒരു സർട്ടൻ പീരീഡിലേക്ക്, ഒരു 1 ഇയറിലേക്കോ, അതല്ലെങ്കിൽ ഫ്ലെക്സിബിൾ വർക്കിംഗ്, നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അവേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം അവേഴ്സ്, ഇപ്പോൾ 20 hours, അല്ലെങ്കിൽ ഫുൾ ടൈം അവേഴ്സ്, യൂഷ്വലി 37.5 hours പെർ വീക്ക്. അങ്ങനെ പല കോൺട്രാക്റ്റിൽ നമുക്ക് എടുക്കാം. ഇതെല്ലാം ടെമ്പററി കോൺട്രാക്റ്റ് ആവാം, പെർമനൻറ്റ് കോൺട്രാക്റ്റ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ടെമ്പററി കോൺട്രാക്റ്റിൽ കയറിയാൽ തന്നെ നമുക്കത് പെർമനൻറ്റിലേക്ക് മാറ്റാൻ പറ്റും. നമ്മളൊരു 1 year അല്ലെങ്കിൽ 2 year അവരുടെ കൂടെ സെയിം ട്രസ്റ്റിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ജോബ് ഇപ്പോൾ ബാൻഡ് 3 എബോവ് യൂഷ്വലി ഉള്ള ട്രസ്റ്റുകളിൽ ബാൻഡ് 3 എബോവ് ആണെങ്കിൽ നമുക്കൊരു വിസ സ്പോൺസർഷിപ്പിന് അവരോട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് എല്ലാ ട്രസ്റ്റും തരണം എന്നില്ല, പക്ഷെ തരുന്ന ട്രസ്റ്റുകളുണ്ട്. അപ്പം നമ്മൾ അതനുസരിച്ച് വേണം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇതാക്കാൻ. ഇനി ബാൻഡ് 2-ൽ യൂഷ്വലി കൊടുക്കാറില്ല. അത് നമ്മുടെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആ ഒരു റോളിലൊക്കെയാണ് വരുന്നത്. പക്ഷെ ബാൻഡ് 2-ൽ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ട്രസ്റ്റുകൾ വളരെ കുറവാണ്. ഇനി ബാൻഡ് 4, 5 ഒക്കെ ആണെങ്കിൽ നമുക്ക് യൂഷ്വലി റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇത് ഹെൽത്ത് കെയർ ജോബ്സ് മാത്രമല്ല ഇതിൽ വരുന്നത്. അഡ്മിൻ ജോബ്സ് ലൈക്ക് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ഓർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന് പറയുന്ന റോളുകളിൽ നമ്മളൊരു ബാൻഡ് 3 എബോവ് ആണെങ്കിൽ നമുക്ക് വിസ സ്പോൺസർഷിപ്പ് ട്രസ്റ്റിനോട് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ NHS ജോബ്സിൽ യൂഷ്വലി കയറുമ്പോൾ അത് ഏത് റോളാണെങ്കിലും നമുക്ക് അവർ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും. അത് യൂഷ്വലി ഓൺലൈൻ ട്രെയിനിങ് ആണ്. പിന്നെ അതല്ലാണ്ട് ഫേസ് ടു ഫേസ് ട്രെയിനിങ് ഉണ്ട്, ലൈക്ക് മാനുവൽ ഹാൻഡ്ലിംഗ്, അങ്ങനെ പല പല ട്രെയിനിങ്ങുകൾ ഫേസ് ടു ഫേസും വരാറുണ്ട്. സോ ഓൺലൈൻ ട്രെയിനിങ്സ് ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ തന്നെ എനിക്ക് ജോബ് കിട്ടുന്നതിന് മുന്നേ എൻ്റെ ഇൻ്റർവ്യൂ കോളിൻ്റെ ആ ടൈമിൽ അവർ ചോദിച്ചിരുന്നു എനിക്ക് തന്നിരുന്ന ട്രെയിനിങ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന്. എനിക്ക് അവർ ഓൺലൈൻ കുറച്ച് CPDs എന്ന് പറയും, കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് എന്നാണ് ഇവിടെ നമ്മൾ പറയുന്ന ട്രെയിനിങ്സ് എടുക്കുന്നതിന് ഓൺലൈൻ. അപ്പം നമ്മൾ അങ്ങനത്തെ കുറച്ച് ട്രെയിനിങ്സ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് ഓൺലൈനിൽ ഇരുന്ന് അധികം ടൈം കൺസ്യൂമിംഗ് ഒന്നുമല്ല, നമുക്ക് എല്ലാവർക്കും തന്നെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ട്രെയിനിങ്സ് ആണ്. അപ്പോൾ അതും ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ അത് അവിടെ തീരില്ല. കാരണം നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം നമ്മുടെ ട്രെയിനിങ്സ്. അത് നമ്മൾ വൺസ് ജോലിക്ക് കയറുമ്പോൾ അവർ തന്നെ നമ്മളോട് പറയും എപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. യൂഷ്വലി 1 year ഒക്കെ ആയിരിക്കും വാലിഡ് ആയിട്ട് വരിക ട്രെയിനിങ്സ്. അപ്പോൾ അങ്ങനെ ഒരു ട്രെയിനിങ്ങും കൂടി എല്ലാ ജോബ്സിനും ഉണ്ടാവാറുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞത് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കാര്യത്തിലാണ്, പാർട്ട് ടൈം ജോബ്സ് പറഞ്ഞത്. ഇനി ഇതൊന്നും അല്ലാണ്ട് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ വന്നിട്ടുള്ളവർക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നല്ലതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാരണം ഇപ്പോൾ കൂടെ വന്ന പാർട്ട്ണർ ഒരു വിസയിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്ക് NHSൽ ഒരു ജോബ് നോക്കാം. NHS ജോബ് എന്ന് പറയുമ്പോൾ UK ഗവൺമെൻറ്റിൻ്റെ ഒരു ജോബും കൂടിയാണ്. മാത്രമല്ല നമ്മളിപ്പോൾ ഒരു ടെമ്പററി കോൺട്രാക്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് NHS ജോബിൻ്റേതായിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റ്സുകളുണ്ട്. ഫോർ എക്സാമ്പിൾ NHS ഡിസ്കൗണ്ട്സ്. നമ്മൾ ഏതൊരു ഷോപ്പിൽ പോയാൽ തന്നെ നമുക്ക് NHSൻ്റെ സ്റ്റാഫാന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റേതായ ബെനിഫിറ്റ്സ് കിട്ടും. ഈവൻ ഒരു കാർ സർവീസിന് കൊടുക്കാനോ അതല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ തന്നെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. ഇതൊന്നും അല്ലാണ്ട് നമുക്ക് ബ്ലൂ ലൈറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് കിട്ടുന്നുണ്ട്. അത് നമ്മുടെ ഹെൽത്ത് സ്റ്റാഫ്, അതായത് ഹെൽത്ത് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ NHS സ്റ്റാഫ്സിന് മാത്രമായിട്ട് കൊടുക്കുന്ന ഒരു ഡിസ്കൗണ്ട് കാർഡാണ്. ആ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ലൈക്ക് ഈവൻ പാർക്സ്, അമ്യൂസ്മെൻറ്റ് പാർക്സ്, അതല്ലെങ്കിൽ നമ്മുടെ ഈവൻ ഫുഡ് ഡെലിവറി, അങ്ങനെ ഒരുപാട്, അതായത് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കൊരു ആപ്പ് തന്നെയുണ്ട് ബ്ലൂ ലൈറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ഒരുപാട് ഡിസ്കൗണ്ട്സ് എവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. അതെല്ലാം NHSൻ്റെ ഒരു ബെനിഫിറ്റാണ്. ഇതൊന്നുമല്ല, ഇനി നമ്മൾ ഇവിടെ UKയിൽ വന്നതിന് ശേഷം നമുക്കൊരു വീട് മേടിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉള്ളവരാണെങ്കിൽ നമ്മൾ യൂഷ്വലി എല്ലാവരും നോക്കുന്നത് മോർട്ട്ഗേജ് ആയിരിക്കും. മോർട്ട്ഗേജിന് പോകുമ്പോൾ തന്നെ
നമുക്ക് NHSലാണ് ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ളൊരു ബെനിഫിറ്റ്സ് ഉണ്ട്. യൂഷ്വലി പെട്ടെന്ന് നമുക്ക് മോർഗേജ് പാസ്സായി, അതായത് അപ്രൂവ് ആയി കിട്ടാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട്. ഇനി അതൊന്നുമല്ല, നമ്മളൊരു വീട് റെൻറ്റിനെടുക്കാൻ അന്വേഷിച്ച് പോയാൽ തന്നെ ഇവിടെ ആദ്യം അവർ ചോദിക്കുന്നത് നമ്മൾ എത്ര പേര് അവിടെ താമസിക്കുന്നുണ്ട്, അവരുടെ ജോബ് പ്രൊഫൈൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഹൈ പേ സ്കെയിലായിട്ടുള്ള ഒരു ജോബുള്ള ആളുണ്ടെങ്കിൽ പോലും എപ്പോഴും ഇവിടെ പ്രയോറിറ്റി കൊടുക്കുക ഒരു NHSൽ ജോബുള്ള ഒരാൾക്കായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് കഴിഞ്ഞാൽ NHS ജോബ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി നേഴ്സസ് ആയിട്ടുള്ളവർക്ക് വിസ ലഭിച്ച് നാട്ടിൽ നിന്ന് വരുന്നത് മാത്രമായിട്ടുള്ള ഒരു ഓപ്ഷനല്ല. ഓൾറെഡി UK ഉള്ളവർക്ക് ഒരു പാർട്ട് ടൈം ജോബ് കിട്ടാനാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ജോബ്സ് ആണ് UK NHSന്റെ പാർട്ട് ടൈം ജോബ്സ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കിട്ടില്ല എന്നല്ല, കിട്ടുന്ന ചാൻസുകളാണ്. സോ നമ്മൾ ട്രൈ ചെയ്യുക. അതിൻ്റെ ചെയ്യേണ്ട രീതിയിൽ നമ്മൾ നല്ലൊരു റെസ്യൂം പ്രിപ്പയർ ചെയ്യുക, ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ID ഡോക്യുമെൻറ്റ്സ് എല്ലാം പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ NHSൽ ഒരു പാർട്ട് ടൈം ജോബ് കിട്ടും. അത് ഏത് ഫീൽഡാണെങ്കിലും, നോട്ട് ഓൺലി ഹെൽത്ത് ഫീൽഡ് മാത്രമല്ല, നമ്മൾ IT ജോബ്സും ഒക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്.